Hello once again, welcome back to Edu Mantra. ഞാൻ അഞ്ജിത്ത്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് 6th സെമസ്റ്റർ പേപ്പറായിട്ടുള്ള ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. ഈ ഒരു പേപ്പറിൽ നമ്മുടെ ഫസ്റ്റ് ലെക്ചറാണ്. സോ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഓക്കെ, മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഇൻട്രൊഡക്ഷൻ ടു ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഫിലിം തിയറി, അതായത് ഫിലിം തിയറിയുടെ ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മേജർ തിയററ്റിക്കൽ പൊസിഷൻസ് ഓൺ സിനിമ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ ഐഡിയ ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഓതർഷിപ്പ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലിം തിയറീസ് ഓഫ് സെർജി എയ്സൻസ്റ്റൈൻ, അതുപോലെ ആൻഡ്രേ ബ്രേസൻ, അതുപോലെ ക്രിസ്റ്റ്യൻ മെറ്റ്സ്, ലോറ മൽവി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഓതർ തിയറി, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലിം സെമിയോട്ടിക്സ്. ഓക്കെ, സോ ഇത്തരം ടോപ്പിക്സാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂളിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നമുക്കൊരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് എ ഫിലിം? എന്താണൊരു സിനിമ, അല്ലേ? ഫിലിം എന്ന് പറഞ്ഞ സിനിമയെന്ന് നമുക്കറിയാം. ഓക്കെ, സോ എന്താണ് ഫിലിം? ഫിലിം എന്ന് പറയുമ്പം നമ്മൾ രണ്ടർത്ഥം വരുന്നുണ്ട്. ഒന്ന് ലിറ്ററേച്ചറിൽ സിനിമ, ഓക്കെ, സിനിമ എന്ന ഒരു മീനിങ് വരുന്നുണ്ട്. മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് അതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഈ ഫിലിം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഈ ചിത്രത്തിൽ കാണുന്ന സാധനം ഉപയോഗിച്ചിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഓക്കെ, ഇത് നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? വളരെയധികം ചാൻസ് കുറവായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾ അധികവും കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ്. എന്നാലും അതിൻ്റെ ഉപയോഗമൊക്കെ അത്യാവശ്യം ആളുകൾക്ക് അറിയാൻ മതിയാവും. കാരണം ഡിജിറ്റൽ ക്യാമറകൾ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുൻപ്, ഓക്കെ, ഡിജിറ്റൽ ക്യാമറകൾ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറ സംവിധാനത്തിൽ നമ്മുടെ ചിത്രങ്ങൾ അത് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ മെമ്മറി കാർഡിലേക്ക് സൂക്ഷിക്കുന്നത് പോലെ ഈ ഫിലിമിലേക്ക് പകർത്തുകയായിരുന്നു ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ഈ ഫിലിമിൽ നമുക്ക് കാണാമല്ലേ, ഓരോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഓരോ സ്പേസ് ഉണ്ടല്ലോ, വിൻഡോ പോലെ. അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ചിത്രങ്ങൾ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്യാറുള്ളത്. ആ ചിത്രങ്ങൾ അതിലേക്കായിരുന്നു പതിക്കപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഈ റീലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് ഈ ഒരു സീരീസ് ഓഫ് ഫിലിമിനെ കുറിച്ചാണ് റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളതിനെയാണ് റീൽ എന്ന് പറയുക. ആ റീൽ നമ്മൾ പുറത്തെടുത്തിട്ട് അല്ലെങ്കിൽ ഫിലിം പുറത്തെടുത്തിട്ട് അന്നത്തെ കാലത്ത് ഫോട്ടോഗ്രാഫ്സ് പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ഡാർക്ക് റൂമിൽ ഒരു ഗ്രീൻ ഓർ റെഡ് ലൈറ്റിൽ ഒക്കെ ആയിരുന്നു. പല സംവിധാനങ്ങൾ, പല ആസിഡുകളിലൊക്കെ മുക്കി അതിനെ പ്രോസസ്സ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്തിരുന്നതൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളെ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. റീൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഈ സംഭവം തന്നെയായിരുന്നു നമ്മൾ വീഡിയോ ക്യാമറസിലും ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഇത്ര ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങൾ എടുത്തിട്ട് ആ ചിത്രങ്ങൾ ഈ റീലിനെ നമ്മളൊരു വെബ്ജിയോർ ലൈറ്റിൻ്റെ പ്രൊജക്ഷൻ സഹായത്തോടു കൂടി ഈ റീൽസ് അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ആ ചിത്രങ്ങൾ മൂവിങ് ആയിട്ട് തോന്നും. ഓക്കെ, അത് മൂവിങ് ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു. നിങ്ങളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ചിലപ്പോൾ നമ്മുടെ എക്സാമിന് ഉപയോഗപ്പെടുന്ന രീതിയിലും ഉപകാരപ്രദമായിരിക്കും. അതിനെ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. നമുക്ക് പഠിക്കാനുള്ളത്, ഫിലിം, വാട്ട് ഈസ് എ ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് a story or an event recorded by a camera as a set of moving images and shown in a cinema or television. ഓക്കെ, സിനിമയിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ കാണിക്കുന്ന മൂവിങ് ആയിട്ടുള്ള പിക്ചേഴ്സിനെയാണ് ഈ പറയുന്ന ഫിലിം എന്ന് പറയാറുള്ളത്. ഓക്കെ, ഫിലിം സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമുക്കറിയാം ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ കോർ സബ്ജക്റ്റുകൾക്കൊന്നും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ല. യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ്ഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്
പ്രിസ്ക്രൈബ് ചെയ്യാറില്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിലിം സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നമുക്ക് ലിറ്ററേച്ചറുകാർക്ക് ഈ ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന സെയിം പേപ്പർ പഠിക്കാനുണ്ട്. ഓക്കെ, അവരുടെ മെറ്റീരിയൽസ് വെതർ ടെക്സ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഗൈഡുകളാവട്ടെ അതുകൂടെ നിങ്ങളൊന്ന് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നോക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ കിട്ടുന്ന അതർ സോഴ്സ് വഴിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ എ ഫിലിം ഓൾസോ കോൾഡ് എ മൂവി, മോഷൻ പിക്ചർ, മൂവിങ് പിക്ചർ, ഫോട്ടോഗ്രാഫി ഓർ ഫോട്ടോ പ്ലേ ഓർ ഫ്ലിക്ക്. ഓക്കെ, ഇതൊക്കെ മൂവിയുടെ അല്ലെങ്കിൽ ഫിലിമിൻ്റെ സിനോണിംസ് ആണ്. ഓക്കെ, ഈസ് എ വർക്ക് ഓഫ് വിഷ്വൽ ആർട്ട് ദാറ്റ് സിമുലേറ്റ്സ് എക്സ്പീരിയൻസ് ആൻഡ് അതർവൈസ് കമ്മ്യൂണിക്കേറ്റ്സ് ഐഡിയാസ്, സ്റ്റോറീസ്, പെർസെപ്ഷൻസ്, ഫീലിങ്സ്, ബ്യൂട്ടി ആൻഡ് ഓർ അറ്റ്മോസ്ഫിയർ ത്രൂ ദ യൂസ് ഓഫ് മൂവിങ് ഇമേജസ്. ഓക്കെ, ആ ഒരു ഡെഫിനേഷൻ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എ ഫിലിം ഓൾസോ നോൺ ആസ് എ മൂവി or a motion picture is a series of moving images showing on or shown on screen, usually with sound that with sound that makes up a story. Okay, സോ ഈ ഒരു രണ്ട് ഡെഫിനിഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ഇതിന് മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ഫിലിം, വാട്ട് ഈസ് എ ഫിലിം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിത് എഴുതുക. ഓക്കെ, ഈ 2 അർത്ഥങ്ങളും കൂടി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കാനുണ്ടാവില്ല. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സിലബസിലുള്ളത് പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഫിലിം തിയറി. ഓക്കെ, ഈ ബേസിക് കോൺസെപ്റ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഫിലിം തിയറി എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫിലിം തിയറി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലിം സ്റ്റഡീസ് ദാറ്റ് അനലൈസസ് ഫിലിം ത്രൂ എ സെറ്റ് ഓഫ് സ്കോളർലി അപ്രോച്ചസ്. അതായത് നമുക്കൊരു ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫിലിം തിയറീസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ. അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച്, ഫിലിമിനെ അനലൈസ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു തരം എന്താ പറയുക പഠന സംവിധാനമാണ്, അല്ലെങ്കിൽ പഠനപരമായിട്ടുള്ള ഒരു എന്താ പറയുക സംവിധാനമാണ് ഈ പറയുന്ന എന്താണ് ഫിലിം തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ 1920s ആൻഡ് ഈസ് റിലേറ്റഡ് ടു ദ ലിറ്റററി തിയറി, സെമിയോട്ടിക്സ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അത് 1920 ഉദ്ഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതും ബന്ധപ്പെട്ടിരിക്കുന്നത് ലിറ്റററി തിയറി, അതുപോലെ തന്നെ സെമിയോട്ടിക്സ്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണത്. ഓക്കെ, ഫിലിം തിയറി പ്രൊവൈഡ്സ് കോൺസെപ്റ്റുവൽ ഫ്രെയിം വർക്ക്സ് ഫോർ understanding the relationship between the film and reality, society, viewers and other arts. Okay, ഈ സംഭവം ഇത് നമുക്ക് തരുന്നതൊരു കോൺസെപ്റ്റലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, എന്തിനെക്കുറിച്ച്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിനിമയും സൊസൈറ്റി, അത് കാണുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് കലാപരമായിട്ടുള്ള മറ്റ് ആർട്ട് വർക്കുകൾ, ഇതൊക്കെ ആയിട്ട് എങ്ങനെ സിനിമ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിനകത്തൂടെ നോക്കുന്നത്. ഈ ഫിലിം തിയറീസിലൂടെ നമ്മൾ പഠിക്കുന്നത്, നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് ഫിലിം തിയറീസ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 4-5 കോൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, ഫോർമലിസം അതിലൊന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രക്ചറലിസം, അപ്പാരറ്റസ് തിയറി, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ഫിലിം തിയറി. ഓക്കെ, നമുക്ക് വേറെയുണ്ട് ഫിലിം തിയറീസ്. മെയിനായിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം തിയറി തന്നെ ഉണ്ട്, അതായത് ഫെമിനിസ്റ്റ് ഫിലിം തിയറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫോർമലിസം ഫോക്കസ് ഓൺ ദ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഓഫ് ഫിലിം. ഈ ഫോർമലിസം നോക്കുന്നത് അവർ ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. ഒരു സിനിമ തയ്യാറാക്കുമ്പം, ഒരു സിനിമ നിർമ്മിക്കുമ്പം അതിനുപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അതിലുപയോഗിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഓക്കെ, അവരുടെ നിലവാരം, അവരുടെ ട്രെയിനിങ്, അല്ലെങ്കിൽ അത് ഒപ്പിയെടുക്കുന്ന ക്യാമറ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ, ലൈറ്റിംഗ്, അതുപോലെ തന്നെ സെറ്റ്, പിന്നെ എന്താ പറയുക,
എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഈ എഫക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ സെറ്റ്, ആക്ടേഴ്സ്, ആക്ട്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അത് നമ്മൾ ഫോർമലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 6th സെമ്മിലും 5th സെമ്മിലും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പുറകോട്ട് ചിന്തിക്കേണ്ടി വരും. അതായത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള, ഇപ്പം ഫിലിം സ്റ്റഡീസ് പഠിക്കുമ്പോൾ തന്നെ ഡ്രാമയിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെയും, നമ്മൾ റേഡിയോയെക്കുറിച്ചൊക്കെ നമ്മൾ ഇലക്ട്രോണിക് മീഡിയയിൽ പഠിച്ചിട്ടില്ലേ, അതിനകത്തൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. പ്രിൻറ്റ് മീഡിയയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന്, പിന്നെ അവിടെ പോകുന്നുണ്ട്, പിന്നെ ഡ്രാമയിൽ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫിലിം സ്റ്റഡീസിൽ നമ്മൾ ഡ്രാമയിലേക്ക് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ മുൻപ് പഠിച്ചിട്ടുള്ള കുറേ തിയറീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാർക്സിസം, അതുപോലെ എന്താ പറയുക, ഫോർമലിസം, ഡീഫെമിനറൈസേഷനൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് എക്സാമിന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫോർമലിസം ഫോക്കസ് ഓൺ ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ഫിലിം സച്ച് ആസ് സൗണ്ട്, ലൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് ഷോർട്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൽ നോക്കുന്നത്. സ്ട്രക്ചറലിസം എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. സ്ട്രക്ചറലിസം സ്റ്റേറ്റ്സ് ദാറ്റ് ഫിലിം ഹാസ് ആൻ അണ്ടർലീയിങ് സ്ട്രക്ചർ. സ്ട്രക്ചറലിസത്തിൽ ഫിലിം സ്ട്രക്ചറലിസം എന്ന് അവർ പറയുന്നത് ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫിലിം ഹാസ് എൻ അണ്ടർലീയിങ്, സിനിമയ്ക്ക് ഒരു അണ്ടർലീയിങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറലിസം ശരിക്കും നമുക്ക് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിച്ച ലിറ്ററേച്ചർ തിയറിയിൽ നമ്മൾ നോക്കുമ്പം, ലിറ്ററേച്ചർ ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫിലിമിലേക്ക്, ആ ലിറ്ററേച്ചർ എന്നുള്ളത്, പോയട്രി എന്നുള്ളതും സ്റ്റോറി എന്നുള്ളതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫിലിം എന്നുള്ളൊരു വാക്കിലേക്ക് മാറുമ്പം തന്നെ ഉത്തരവായി. ഓക്കെ, സോ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആൻഡ് അപ്പാരറ്റസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഫിലിം ഈസ് അൺഅവോയ്ഡബിളി ഐഡിയോളജിക്കൽ. ഫിലിം ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മാർക്സിസ്റ്റ് ഫിലിം തിയറി അവർ നോക്കുന്നത് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് അവർ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സിനിമയും സമൂഹവുമായിട്ടുള്ള ബന്ധം, സിനിമ നിർമ്മിക്കുന്ന ഫിലിം മേക്കർ വിച്ച് മീൻസ് ദി ഡയറക്ടർ. ഓക്കെ, ഡയറക്ടർ അല്ലെങ്കിൽ ആ സിനിമ എഴുതുന്ന ആൾ, കഥ എഴുതുന്ന ആൾ, ഇവരും സിനിമയുമായിട്ടുള്ള ബന്ധം. അതായത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കത് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറയുകയാണ്, നമ്മൾ ശ്രീനിവാസൻ സാർ നമ്മുടെ മലയാളത്തിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ആക്ടറും ഡയറക്ടറും സ്ക്രീൻ പ്ലേ റൈറ്ററും ഒക്കെയാണ് സാർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായ രാഷ്ട്രീയം നമുക്ക് കാണാൻ പറ്റും അല്ലേ. അദ്ദേഹം സെറ്ററിക്കലായിട്ടും പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യാറുണ്ട്, സമൂഹത്തെ കൈകാര്യം ചെയ്യാറുണ്ട്, പക്ഷേ അതിനകത്തൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അത് ഇത്തരത്തിലുള്ള നമ്മൾ മാർക്സിസം തിയറി വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിലിം മേക്കറിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ്, അദ്ദേഹത്തിൻ്റെ ബിലീഫ്സൊക്കെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, സമൂഹവും അതുപോലെ തന്നെ ഓഡിയൻസും സിനിമയായിട്ടുള്ള ബന്ധം അവർ ഇതിനകത്ത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അവരുടെ, അതായത് മാർക്സിസം ഫിലിം തിയറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇനി ഫോർമലിസ്റ്റ് ഫിലിം തിയറീസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ ഫോർമലിസ്റ്റ് ഫിലിം തിയറി sometime referred as the formalist film theory is a film theory that represents the study of technical film making elements, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, okay, including those related to the lighting and sound of the film, the set, props, costumes, as well as the use of color composition, ഷോർട്സ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ആൻഡ് എക്സെട്ര. ഓക്കെ, സോ ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് കൊടുത്തൊരു പോയിൻ്റാണ്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എജുമന്ത്ര എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെബ്സൈറ്റ്, ഒരു ബ്ലോഗ് സ്പോട്ട് വെബ്സൈറ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മലയാളത്തിൽ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇതിൻ്റെയൊക്കെ നോട്ട്സ് മലയാളത്തിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് റെഫർ ചെയ്യാനായിട്ടും
നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ നോക്കുമ്പം മലയാളത്തിൽ കിട്ടിയാൽ നന്നായിരുന്നു, നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് അവൈലബിൾ ആകുന്ന സമയത്ത് ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽസ് കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഫോർമലിസത്തെക്കുറിച്ച് പിന്നെ മുന്നോട്ട് നോക്കാം. ഓക്കെ, ദ ഫോർമലിസ്റ്റ് തിയറിസ്റ്റ് ബിലീവ് ദാറ്റ് ദ ഡയറക്ടർ ബ്രിങ്സ് ദ ഓഡിയൻസ് ആൻ ആൾട്ടേർഡ് റിയാലിറ്റി ത്രൂ ദ യൂസ് ഓഫ് വേരിയസ് ടെക്നിക്സ് ഇൻ ഫിലിം മേക്കിംഗ്. ഈ ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ ഫോർമലിസ്റ്റ് ഫിലിം തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നുണ്ട്, അതായത് ഡയറക്ടർ ഒരു എന്താ പറയുക, ഒരു ആൾട്ടർ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക റിയാലിറ്റി തന്നെ നമുക്ക് അത്യാവശ്യം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു റിയാലിറ്റി അല്ലേ, നമ്മുടെ റിയാലിറ്റിയുമായിട്ട് വ്യത്യാസമുള്ള രീതിയിൽ എന്നാൽ റിയലായിട്ട് തോന്നിക്കുന്ന ഒരു ആൾട്ടേർഡ് ആയിട്ടുള്ള റിയാലിറ്റി. ആൾട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആൾട്ടേർഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ റിയാലിറ്റിയിൽ കുറച്ചുകൂടെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ ഓൾറെഡി ഇല്ലാത്ത പല കാര്യങ്ങളും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പല സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇതൊക്കെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമയെക്കുറിച്ചൊരു എക്സാമ്പിളൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ സിനിമയെക്കുറിച്ച് ഓർത്താൽ മതി. ഓക്കെ, സോ ത്രൂ ദ യൂസ് ഓഫ് വേരിയസ് ടെക്നിക്സ് ഇൻ ദ ഫിലിം മേക്കിംഗ്. ഒരുപാട് ടെക്നിക്കുകളുണ്ടല്ലോ ഫിലിം മേക്കിങ്ങിൽ, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതായത് ഇപ്പം സൗണ്ട് ആർട്ട് ആവട്ടെ, അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബാഹുബലിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ, നമ്മളുടെ ഒരു മിത്തും അല്ലെങ്കിൽ മിത്തോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ. പിന്നെ നമുക്ക് റീസെൻ്റായിട്ട് ഇറങ്ങിയ നമ്മളുടെ എന്താ പറയുക ഒട്ടുമിക്ക സിനിമകളിലും മിന്നൽ മുരളിയെ പോലെയുള്ള ഫിക്ഷണൽ മൂവീസിൽ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമുക്ക് റീസെൻ്റായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് ശരിക്കും ഗുണ കേവിൽ ഇവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അവരുടെ ആർട്ട് വർക്കേഴ്സ് സിനിമയിലെ ഡയറക്ടർമാർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗുണ കേവിൽ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗുണ കേവാണ്. ഓക്കെ, പക്ഷെ അത് അത്രയും റിയാലിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടെക്നിക്സാണ് സിനിമയിൽ, നമ്മൾ ഫിലിം മേക്കിങ്ങിലെ ടെക്നിക്സാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൾട്ടർ ചെയ്തിട്ടുള്ള സമൂഹത്തെ അല്ലെങ്കിൽ റിയാലിറ്റി നമുക്ക് ഫിലിം മേക്കിങ്ങിലൂടെ ഡയറക്ടർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ഫോർമലിസവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം നമ്മുടെ ഇപ്പോൾ കാണുന്ന പല സിനിമകളും നമ്മളുടെ ഒരു 90% ഫിലിംസും ഫോർമലിസം ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് തന്നെയാണ്. അതായത് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സിനിമകളാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പോയിൻറ്റ്സ് കൂടുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, തിങ്സ് സച്ച് ആസ് ട്രെയിനിങ് ആൻഡ് ഹയറിംഗ് ഓഫ് പ്രൊഫഷണൽ ആക്ടേഴ്സ്, the use of special effects and editing to speed up or to slow down the timing of the events taking place on the screen. Okay, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. ഫോർമലിസം ഈസ് എസെൻഷ്യലി ദ യൂസ് ഓഫ് ഫിലിം മേക്കിംഗ് ടെക്നിക്സ് ആൻഡ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എസെൻഷ്യാലിറ്റിയാണ്. അതായത് നമുക്ക് ഫോർമലിസം എന്ന് പറയുന്നതിൽ അതിൽ കൂടുതലായിട്ട് അവർ നോക്കുന്നത് ഈ ഫിലിം മേക്കിംഗ് ടെക്നിക്കുകളും ഫിലിം മേക്കിംഗ് എലമെൻസിൻ്റെയൊക്കെ ഒരു എസെൻഷ്യാലിറ്റിയാണ് അവർ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു റീക്രിയേറ്റ് എ വേൾഡ് ദാറ്റ് ഈസ് ഇമാജിനറി ഓർ പ്യൂർലി ആർട്ടിഫിഷ്യൽ. ഓക്കെ, അതായത് അവർ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ് അല്ലെങ്കിൽ ഒരു ഇമാജിനറി സാങ്കല്പികമായിട്ടുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്കറിയാം കണ്ടംപററി ആയിട്ടുള്ള ലോകത്ത് നടക്കുന്നതായിട്ടാണ് ആ കഥ ശരിക്കും കാണിക്കുന്നത്. പക്ഷേ അതിലെ കാര്യങ്ങൾ ഇപ്പം മിന്നലടിക്കുമ്പം ടൊവിനോയ്ക്ക് സൂപ്പർ പവേഴ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ഗുരു സോമസുന്ദരത്തിന് സൂപ്പർ പവേഴ്സ് കിട്ടുന്നു. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതിക മികവിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആൻഡ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് സാങ്കല്പികമായ ലോകം. റിയൽ ലൈഫിൽ ഈ പറയുന്ന എന്താ പറയുക ഇടിമിന്നൽ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ പവർ ആവുകയല്ല ചെയ്യുക, നമ്മൾ സൂപ്പർ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക അല്ലേ. ശരിക്കും കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉണ്ടാവില്ല, റെസ്റ്റ് ഇൻ പീസ് അല്ലേ. അപ്പം
അതാണ് ഉണ്ടാവുക. അപ്പോൾ റിയൽ ലൈഫ് അല്ല, ശരിക്കും ഒരു ഇമാജിനറി വേൾഡാണ്, ഒരു സൂപ്പർ മാൻ എന്നുള്ള രീതിയിൽ ഒരു ഇമാജിനറി വേൾഡാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളതൊക്കെ ഓർത്ത് ഇങ്ങനെ ഓർത്തിണക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് ആഡ് ആവും. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മോഡേൺ മൂവീസ്, ഞാൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മോഡേൺ മൂവീസ് ദാറ്റ് വി വാച്ച് ടുഡേ ക്യാൻ fall into some levels of formalism. അത് കംപ്ലീറ്റ് ഫോർമലിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമൊക്കെ ഉണ്ട്. ബട്ട് ഈ എഫക്ട്സിൻ്റെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ യൂസേജ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫിലിം മേക്കിംഗ് ടെക്നിക്സിൻ്റെയൊക്കെ യൂസേജ് ഒക്കെ വെച്ച് നോക്കുമ്പം ഫോർമലിസമൊക്കെ ഒരു ഫോർമലിസ്റ്റ് സിനിമകളൊക്കെ തന്നെയാണ് നമ്മളിപ്പം നമ്മുടെ നാടുകളിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മൂവീസും. ഓക്കെ, ഫോർമലിസ്റ്റ് ഫിലിം തിയറി ഈസ് എൻ അപ്രോച്ച് ടു ദ ഫിലിം തിയറി ദാറ്റ് is focus on the formal formal or technical elements of a film. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമലിസം എന്താണെന്നുള്ളത് അവിടെ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഫോമിനെയാണ് അവർ നോക്കുമ്പം ഇവിടെ ഒരു ഫോർമൽ അല്ലെങ്കിൽ എന്താ സിനിമയുടെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എഡിറ്റിംഗ്. ഓക്കെ, ഇപ്പം ഒരു സിനിമയുടെ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ഉള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു ടെയിൽ എൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു അവസാനം ഒരു ക്ലൈമാക്സും ടെയിലെൻഡും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലും ഇവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ടെക്നിക്കൽ എലമെൻറ്റ്സ് കൊണ്ടുവരാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ലൈറ്റിങ്ങും സ്കോറിങ്ങും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. ഓക്കെ, സോ ഇഫ് വി ലുക്ക് ഇൻ ടു ദം, ബിക്കോസ് ദേ പ്രിറ്റി മച്ച് യൂസ് പ്രൊഫഷണൽ ആക്ടേഴ്സ്, ഹെവി സ്പെഷ്യൽ എഫക്ട്സ്, editing, speed or slow time, and lighting to exaggerate soundings, as well as sound to further exaggerated the imaginary world. അതായത് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, ഈ ഫോർമലിസ്റ്റ് ഫിലിം തിയറിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സായിട്ടുള്ള ജോഷി സാറും ഷാജി കൈലാസ്, അങ്ങനെയുള്ള പല ഡയറക്ടേഴ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരു പുതുമുഖത്തിന് ഒരു സിനിമ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മേജർ റോളിൽ സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവർ കൂടുതലായിട്ടും അവരുടെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെയൊക്കെ അറിയപ്പെടുന്ന പ്രൊമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ട് തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരിക്കലും ഒരു പുതുമുഖത്തെ കൊണ്ട് വന്നിട്ട് അവരൊരു പുതിയ പടം അവർ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോഷി സാറിൻ്റെയൊക്കെ സിനിമ, ഓക്കെ, ഇപ്പം ലാലേട്ടനെ വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിനെ വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മമ്മൂക്കയെ വെച്ച് ചെയ്യുന്നു. ആ രീതിയിലാണ് അവർ ചെയ്യുക. അവരൊരിക്കലും പെട്ടെന്ന് തന്നെ 2 ദിവസം മുൻപ് അല്ലെങ്കിൽ കുറച്ച് മുൻപ് ഹീറോ ആയിട്ടുള്ള ഒരാളെ അവർ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു സിനിമ ഹിറ്റായി എന്നാൽ പിന്നെ ഇയാളെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ അവർ ചെയ്യില്ല. ഓക്കെ, അപ്പം നമുക്കറിയാം സുരേഷ് ഗോപി സാർ ഒരുപാട് ബ്രേക്ക് എടുത്തതിന് ശേഷം ജോഷി സാറിൻ്റെ സിനിമയിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് അവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരാൾ അവൈലബിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഓക്കെ എന്നാൽ പിന്നെ ഇയാൾ മതി എന്നുള്ള രീതിയിൽ അവർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അവർ ലൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ ഇമോഷൻസിനെ, ഇപ്പം നമ്മൾ ഇമോഷൻസിനെ അവർ ശബ്ദം കൊണ്ട് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവർ ശബ്ദ സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർ ലൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം എന്നാണ് അവർ പറയുന്നത്. ടു ക്രിയേറ്റ് എ ബെറ്റർ ആൻഡ് ഗുഡ് ക്വാളിറ്റി എക്സാജറേറ്റഡ് ഇമാജിനറി വേൾഡ്, ടു ക്രിയേറ്റ് എൻ ഇമാജിനറി വേൾഡ്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഓവർവ്യൂ നോക്കാം. അതായത് ഫോർമലിസം, ഫിലിം തിയറീസിനെ കുറിച്ചൊരു ഓവർവ്യൂ നോക്കാം. ഫോർമലിസം ഇൻ ദ മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ represents the creation of hybrid altered illusions of world or environment and or characters through the use of individual elements of film such as production, special effects, editing, and the use of various techniques to embrace ideological criticism. Okay, so formalists believe that the style and the means by which it is used to communicate ideas, emotions, and themselves themes in the film is largely the result of the use of various synthesized elements such as film editing, composition, acting, music. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ,
ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമലിസം ഫിലിം തിയറീസ് നോക്കാം. ഓക്കെ, there are no set of defined characteristics that are included in a formalist or a biformalism. അതായത് ഈ ഫോർമലിസ്റ്റ് ഫിലിം തിയറീസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഡിഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ആയിട്ടുള്ള ആണെങ്കിലും അവരും ഒക്കെ എല്ലാ ആളുകളും അവരുടെ കാലത്ത് അവർ പുതിയ ആളായിരിക്കുന്ന സമയത്ത് അവർക്ക് പ്രൊമനൻ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. അധികവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന പ്രൊഫഷണൽ ആക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്ന രീതിയും കൂടുതലായിട്ട് എഫക്ട്സിനെയും കാര്യങ്ങളെയൊക്കെ ഒരു റിയാലിറ്റി തോന്നുന്ന എന്താ പറയുക, ഒരു ഓവർ ഇമാജിനറി ആയിട്ട് തോന്നാത്ത രീതിയിലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളെ കൂടുതലായിട്ട് തൃപ്തിപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇൻഫാക്ട് ഓൺലി ആൾട്ടേർഡ് ഓർ സിന്തസൈസ്ഡ് use of various film making elements and technique could well be considered part of the ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന എഡിറ്റിംഗ് ടെക്നിക്സും ഫിലിം മേക്കിംഗ് ടെക്നിക്സും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന പ്രോമനൻ്റ് ആയിട്ടുള്ള ആളുകളെ സ്വീകരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളെയാണ് അവർ കൂടുതലായിട്ടും സിനിമയിൽ അവർ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, however, what we see in the most modern movies, such as the use of altered lighting to produce a specific visual, the use of sound exaggerated a specific event, or the use of professional acting to further escalate matters in the representative of the formalist film theory. ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, അതിനെ ഒന്ന് ഇംഗ്ലീഷിലാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ചില രീതിയിലുള്ള ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ദ യൂസ് ഓഫ് പ്രൊഫഷണൽ ആക്ടേഴ്സ് ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ്. ദ യൂസ് ഓഫ് ലൈറ്റിംഗ് ടു ക്രിയേറ്റ് സിന്തസൈസ്ഡ് വ്യൂസ്, അതുപോലെ ദ യൂസ് ഓഫ് എഡിറ്റിംഗ് ടു സ്ലോ ഓർ സ്പീഡ് ദ ടൈം. ഓക്കെ, നമ്മൾ ചില സിനിമകൾ ചില ഫൈറ്റ് സീനുകളൊക്കെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ശരിക്കും ഒരു ഫോക്കസിൽ വരുന്ന ഒരു ഫുൾ ഫ്രെയിം ഫോക്കസിൽ വരുന്ന സീനുകളിലൊക്കെ എന്താ പറയുക, അതിലൊരു കല്ല് നീങ്ങുന്നത് പോലും നമുക്ക് വളരെ മെല്ലെയായിട്ട് തോന്നാൻ പറ്റും. പക്ഷെ ഒരു കൂട്ടയടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലേശം സ്പീഡ് കൂട്ടി അങ്ങനെ ആ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ടെക്നോളജിയാണ് അതൊക്കെ, ഒരു എഡിറ്റിംഗ് ടാക്ടിക്സ് ആണ് അതൊക്കെ. ഓക്കെ, സോ ദ യൂസ് ഓഫ് സൗണ്ട് ടു എക്സാജുറേറ്റ് ദ സിറ്റുവേഷൻ, ശബ്ദത്തിൻ്റെ തീവ്രത കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ദ യൂസ് ഓഫ് പ്രോപ്സ് ആൻഡ് അതർ എലമെൻറ്റ്സ്, ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ കോസ്റ്റ്യൂംസിൻ്റെ സെലക്ഷൻ, ഇന്ന കോസ്റ്റ്യൂംസ് എടുക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് എന്ന് നമുക്ക് പറയാറുണ്ട്. ഓക്കെ, ദ യൂസ് ഓഫ് ഹെവി യൂസ് ഓഫ് സ്പെഷ്യൽ എഫക്ട്സ് ഫർദർ, അതായത് ഒരു എന്താ പറയുക ഒരു സിന്തറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹെവി ആയിട്ടുള്ള സൗണ്ട് സ്പെഷ്യൽ എഫക്ട്സ് അവർ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഫോർമലിസം ഫിലിം തിയറിയെക്കുറിച്ച് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചറലിസം ആണ് നോക്കാനുള്ളത്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഈ പറയുന്ന എല്ലാ ഫിലിം തിയറീസിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ എല്ലാ പേപ്പേഴ്സിനും, ഓക്കെ, പ്രത്യേകിച്ച് കോർ പേപ്പേഴ്സിനൊക്കെയുള്ള എല്ലാ മെറ്റീരിയൽസും വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ ആയിട്ടുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പേപ്പേഴ്സ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് സെം തൊട്ടേ വീഡിയോസ് കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയുകയാണ്, നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ശരിക്കും നോക്കുക, ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, എനിക്ക് 100% ഉറപ്പുണ്ട്, നമ്മുടെ വീഡിയോസ് ഒരു വളരെയധികം എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അഷുറൻസ് തരികയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, കൂടെ ഇതിനകത്തുള്ള പോയിൻറ്റ്സ് കൂടെ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബാക്കപ്പായിട്ട് നമ്മുടെ ചാനലിനെയും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.
ദ വീഡിയോ. നമ്മൾ സ്ട്രക്ചറലിസം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ.